ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്നൊരു കഥ നമുക്ക് പഠിക്കാം. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന കഥ മുടിയൻ പുത്രൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ചുള്ള കഥയാണ്. അപ്പോൾ മുടിയൻ പുത്രൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ചുള്ള കഥ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്യം പഠിക്കാം. ഈ മുടിയൻ പുത്രൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ചുള്ള വാക്യമാണ് നാം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ മുടിയൻ പുത്രനെക്കുറിച്ചിൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ച് നമുക്ക് അപ്പോൾ ആ വാക്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ വാക്യം ഇന്ന് പഠിക്കാമെന്ന് വിചാരിച്ചത്. ലൂക്കോസ് 15:29 വാക്യം. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകൂട്ടിയെ തന്നിട്ടില്ല. ഒരു പ്രാവശ്യം കൂടെ നമുക്കത് പഠിക്കാം. അത് പഠിക്കാം, ഈസിയാണ് അത് പഠിക്കാൻ. ഇങ്ങനെ ഓർത്താൽ മതി. അപ്പനോട് പറയാണ് ഞാനും അപ്പൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, അപ്പൻ്റെ കൽപ്പനയൊക്കെ പ്രമാണിച്ചാണ് താമസിക്കുന്നത്. എന്നിട്ട് ഒരിക്കലും അപ്പൻ എനിക്കൊരു ആട്ടിൻകൂട്ടിയെ എൻ്റെ ചങ്ങാതികളുമായിട്ട് ആഘോഷിക്കാൻ തന്നില്ലല്ലോ എന്ന് അപ്പനോട് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു മൂത്ത മകനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. ഈ ധനികനായ ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. ഇളയ മകൻ അപ്പനോട് പറഞ്ഞു, എനിക്കുള്ള സമ്പത്ത്, എനിക്കുള്ള അവകാശം തരണം. അപ്പൻ അവൻ്റെ അവകാശം മുഴുവനും കൊടുത്തു. അവനതെല്ലാം സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് അവൻ്റെ വസ്തു മുഴുവനും അവൻ എല്ലാം നശിപ്പിച്ച് ഒന്നുമില്ലാത്തവനായിട്ട് തിന്നു. പന്നി തിന്നുന്ന തീറ്റ പോലും കിട്ടാനില്ലാതെ കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന് മാനസാന്തരമുണ്ടായി. അവൻ സുബോധം വന്നു. അവൻ അപ്പനെക്കുറിച്ച് ഓർത്തു. അപ്പനുമായിട്ടുള്ള ബന്ധം ഇല്ലാതിരുന്ന അവന് അപ്പനെക്കുറിച്ച് ഓർത്തു. അവൻ തിരിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പൻ അവനെ കണ്ടപ്പോൾ, അപ്പന് സ്നേഹമുള്ള അപ്പനാണ്, ക്ഷമിക്കുന്ന അപ്പനാണ്. അതുകൊണ്ട് അപ്പൻ അവനെ ദൂരെ നിന്ന് കണ്ടു. അവനെ ഓടിച്ചെന്ന് സ്വീകരിച്ചു. ആ വീട്ടിൽ ഇപ്പോൾ ആനന്ദം. അവിടെ അവർ ആനന്ദിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. കാളക്കുട്ടിയൊക്കെ അറുത്ത് അവരെല്ലാവരും തിന്നു കുടിച്ച് ആഘോഷിക്കുന്ന ഒരു അവിടെ ഉണ്ടാകുകയാണ്. അപ്പോഴാണ് മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വന്നപ്പോൾ ഈ വീട്ടിലുള്ള ആനന്ദവും സന്തോഷവും കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഒരു ബാലിക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ എന്താ ഇത്രയും ആഘോഷങ്ങളൊക്കെ നടക്കുന്നതെന്ന് അന്വേഷിച്ചു. അപ്പോൾ ബാലിക്കാരൻ പറഞ്ഞു, നിൻ്റെ ഇളയ അനുജൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ദേഷ്യമായി. അവൻ ആക്ച്വലി സന്തോഷിക്കേണ്ടവനാണ്. എന്നാൽ അവൻ്റെ ഹൃദയം എങ്ങനെയായിരുന്നു എന്ന് നമുക്കപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവന് ഭയങ്കര ദേഷ്യമായി. അവനവിടെ പുറത്ത് തന്നെ നിന്നു. അപ്പോൾ അവൻ്റെ അപ്പൻ പുറത്ത് അവൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, മോനെ, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോപിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയുകയാണ്, അവനും അകത്ത് കിടപ്പാനായിട്ട് മനസ്സില്ലാതെ അവൻ നിൽക്കുകയാണ്. അപ്പോൾ അപ്പൻ അകത്ത് വന്നിട്ട് പുറത്ത് വന്നിട്ട് അവനോട് അപേക്ഷിച്ചു, മോനെ, നീ അകത്ത് വാ എന്ന് പറയുന്നു. അപ്പോൾ അപ്പനോട് പറയുകയാണ്. ആ വാക്യം നമുക്കൊന്നും കൂടെ പറയാം. അവൻ അപ്പനോട് പറഞ്ഞതാണ്. അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ എനിക്ക് ഒരിക്കലും ഒരാട്ടിൻകൂട്ടിയെ തന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൻ പറയാണ്, വേശ്യമാരോടുകൂടെ നീ ഇഷ്ടം പോലെ ജീവിച്ച് നിൻ്റെ മുതൽ മുഴുവൻ തിന്നുകളഞ്ഞ അവൻ വന്നപ്പോൾ നീ അവന് വേണ്ടി കാളയൊക്കെ അറുത്തല്ലോ, നീ സന്തോഷിച്ചല്ലോ എന്ന് പറഞ്ഞ് അവൻ പറയുകയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ട്. അങ്ങനെ അവൻ പറയുകയാണ്. അപ്പോൾ അപ്പൻ അവനോട് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടി ഇരിക്കുന്നല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. എന്നാൽ ഈ നിൻ്റെ സഹോദരൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് നാം സന്തോഷിക്കേണ്ടത് ആവശ്യമാണല്ലോ എന്ന് അപ്പൻ അവനോട് പറഞ്ഞു. ഇവിടെ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. അതിൻ്റെ ഒന്നാമതായിട്ടുള്ള കുടിമാടൻ, മൂത്ത പുത്രൻ അപ്പൻ്റെ കൂടെ താമസിച്ചു. എന്നാൽ അപ്പനുമായുള്ള സഹിത്വമില്ലാതെയാണ് അവൻ ജീവിച്ചത്. അപ്പൻ്റെ കൂടെയാണ് താമസിക്കുന്നത്, അപ്പനുമായിട്ടുള്ള സഹിത്വമില്ല. നമ്മുടെ ജീവിതത്തിൽ നാം അപ്പനുമായിട്ടുള്ള സഹിത്വത്തിൽ
ജീവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പനുമായിട്ടുള്ള ബന്ധം, നമ്മുടെ കർത്താവുമായിട്ടുള്ള കർത്താവ് പറഞ്ഞു, നിങ്ങളെൻ്റെ കൽപ്പനകളെ യഥാർത്ഥമായിട്ട് പ്രമാണിക്കുന്നാൽ ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും കൂടെ വാസം ചെയ്യും. ആ അവസ്ഥ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ആ വീട്ടിലെ കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അവൻ പറയാണ്, ഞാൻ അപ്പൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ലല്ലോ എന്ന് പറയാണ്. എന്നാൽ അവൻ ഈ കൽപ്പന പ്രമാണിക്കുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അവന് ബൈ ഫോഴ്സായിട്ട് അപ്പൻ കൽപ്പന പറഞ്ഞതുകൊണ്ട് അനുസരിക്കുക, അല്ലാതെ അവൻ്റെ ഹൃദയത്തിൽ സന്തോഷത്തോടോ അവൻ്റെ ഈ കൽപ്പന അനുസരിക്കണം എന്നാലാണ് എനിക്ക് അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊന്നും അല്ല കൽപ്പന അനുസരിച്ചത്. നാം ഒരു കാര്യം ഓർക്കണം, നാം കൽപ്പന അനുസരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സമർപ്പണത്തോടും സന്തോഷത്തോടും കൂടെ കൽപ്പന അനുസരിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് കാണുന്നത് ജ്യേഷ്ഠൻ അനിയനെ ക്ഷമിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അവനോടുള്ള കോപമാണ് നമുക്ക് അപ്പനോടും അവൻ്റെ ഹൃദയത്തിൽ കോപമുണ്ടാകും എന്നുള്ളതാണ്. കർത്താവ് പാപികളായി നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളോട് ക്ഷമിച്ചതുപോലെ നാമും അന്യോന്യം ക്ഷമിക്കേണ്ടത് ആവശ്യമാണ്. ക്ഷമയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, പാപത്തെ വെറുക്കുകയും പാപികളെ ക്ഷമിക്കുവാനും നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. നാലാമത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, മുടിയൻ പുത്രന് തിരിച്ച് അപ്പനുമായുള്ള സഹിത്വത്തിൽ അവൻ പോയി. കാരണം അവൻ്റെ ജീവിതത്തിൽ തെറ്റ് വന്നപ്പോൾ മാനസാന്തരപ്പെട്ടു. അവൻ തിരിച്ച് അവൻ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ വരുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായിട്ട് തീർന്നെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ വചനത്തിലോ ഒന്നിയോഹന്നാൻ 2 പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. ആ കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ നമുക്ക് ക്ഷമ കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അങ്ങനെ ക്ഷമ കിട്ടുമ്പോൾ പിതാവുമായിട്ടുള്ള സഹിത്വം നമുക്ക് തിരിച്ചു കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ മുടിയൻ പുത്രൻ്റെ ജ്യേഷ്ഠനെ പോലെ ആകാതെ അപ്പനോട് കൂടെ ജീവിച്ചിട്ട് അപ്പനുമായിട്ടുള്ള ഇല്ലാത്ത അവസ്ഥയിലല്ല, അപ്പനോട് കൂടെ ജീവിച്ച് അപ്പൻ്റെ കൽപ്പനകൾ സന്തോഷത്തോടും സമർപ്പണത്തോടും കൂടെ അനുസരിച്ച് കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായിട്ട്, കർത്താവിന് മഹത്വമുള്ളവരായിട്ട് മറ്റുള്ളവരോട് ക്ഷമിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെമായിട്ടുള്ള സമർപ്പണത്തിൽ, സ്നേഹത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് ആ യോഹന്നാൻ സ്നാപകൻ മാറിനോട് ചേർന്നിരുന്ന പോലെ കർത്താവിൻ്റെ മാറിനോട് ചേർന്ന് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെയും പാപങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും പ്രിയപ്പെട്ടവരെയും സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേട്ടതുകൊണ്ട് സ്തോത്രം. ആമീൻ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ആൻറ്റി ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ കുഞ്ഞുങ്ങളെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.